السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بالله أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, വളരെ പ്രാധാന്യമേറിയ ഒരു ദിക്റിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ ഇസ്മുകളാണ് അൽ അസ്മാഉൽ ഇദ്രീസിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഇസ്മുകൾ മാരകമായ രോഗങ്ങൾക്ക് ശമനമാണ്. വെള്ളപ്പാണ്ട്, കുഷ്ഠം, അങ്ങനെ കാണുന്നവർക്ക് അറുപ്പും വെറുപ്പും തോന്നുന്ന ഒരുപാട് മാറാവ്യാധികൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റാവുന്നതും ഉപയോഗപ്പെടുത്തിയാൽ അത്ഭുതകരമായ ഫലങ്ങൾ ലഭ്യമാകുന്നതുമായ ഇസ്മാണ് അൽ അസ്മാഉൽ ഇദ്രീസിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ ഇസ്മുകൾ ഉപയോഗിച്ചതായി മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇസ്മിൽപ്പെട്ട യാ അല്ലാഹുൽ മഹ്മൂദു ഫീ കുല്ലി ഫആലിഹി എന്നൊരു ഇസ്മു, യാ അല്ലാഹുൽ മഹ്മൂദു ഫീ കുല്ലി ഫആലിഹി എന്ന ഇസ്മു വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് മുമ്പ് വുളു എടുത്ത് വൃത്തിയുള്ള സ്ഥലത്ത് ഇരുന്ന് വെള്ളവസ്ത്രം ധരിച്ച് ഒഴിഞ്ഞൊരു സ്ഥലത്തിരുന്ന് 200 പ്രാവശ്യം ചൊല്ലിയാൽ ഏത് ഉദ്ദേശിക്കുന്ന വിഷയത്തിന് വേണ്ടിയാണോ ഉപയോഗപ്പെടുത്തിയത് ആ വിഷയത്തിൻ്റെ ഫലം ഹൈറായ നിലക്ക് അവനക്ക് ലഭ്യമാകും എന്ന് പറഞ്ഞാൽ, എന്തൊരാവശ്യത്തിന് വേണ്ടി ഈ രൂപത്തിൽ ചൊല്ലിയോ ആ ആവശ്യം അല്ലാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യവും അതുപോലെ സമ്പൽ സമൃദ്ധിയും ഈ ഇസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കും. 15,000 പ്രാവശ്യം ഈ ഇസ്മ് ചൊല്ലിയാൽ ആത്മീയമായും ഭൗതികമായും അവനക്ക് ഉയർച്ചയുണ്ടാവുകയും അവനക്ക് ഐശ്വര്യമുണ്ടാവുകയും ദാരിദ്ര്യമില്ലാതാവുകയും സമ്പൽ സമൃദ്ധി നേടുകയും കഷ്ടപ്പാടുകൾ നീങ്ങുകയും സമ്പത്തുകൾ കുമിഞ്ഞുകൂടാൻ അത് കാരണമായി തീരുകയും ചെയ്യും. ഗുരുമുഖത്തുനിന്ന് സമ്മതം വാങ്ങുക എന്ന നിബന്ധനകൾ പാലിക്കുക. അത് പാലിച്ചുകൊണ്ട് ഈ ഇസ്മിനെ ഉപയോഗപ്പെടുത്തിയാൽ അത്ഭുതകരമായ ഫലം നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളും ക്ലാസ്സുകളും ലഭ്യമാകണമെങ്കിൽ ഈ വോയിസ് കേൾക്കുന്ന, ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ സഹകരണമാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് മുതൽക്കൂട്ടാവുക. അള്ളാഹു നമ്മയൊക്കെ സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കട്ടെ. വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ കഴിയുന്ന കഷ്ടപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ആഖിബത്ത് നന്നായി ഇരിക്കുന്ന സ്വാലിഹികൾ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ എന്നെയും ഓർക്കണം. എൻ്റെ ദുആകളിൽ നിങ്ങൾക്കും ഇടമുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ പല ഇസ്മുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അള്ളാഹു എല്ലാം പഠിക്കാനും മനസ്സിലാക്കാനും ഉപയോഗപ്പെടുത്താനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.